ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ടി വി എസിൻ്റെ iQube ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂട്ടർ അല്ല ടു വീലേഴ്സ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മുടെ കയ്യിൽ ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് നോക്കുന്നത് ഇവൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കയറ്റത്തിലൊക്കെ എങ്ങനെയാണ്, ആൾ വലിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ആക്സിലറേഷൻ ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് വണ്ടി നിർന്നിരിക്കുന്നത് കോട്ടയത്ത് മണിപ്പുഴയിലുള്ള കോട്ടയം ടി വി എസ് എന്ന് പറയുന്ന ഷോറൂമിൽ നിന്നാണ്. സോ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ റണ്ണിങ് ആണ്. 10,000 റുപ്പീസ് ഇതിന് സബ്സിഡി കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വേറെ ഡിസ്കൗണ്ടുകളും നടക്കുന്നുണ്ട്, ഓണത്തിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് EMI സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതി കാണിച്ചേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. iQube ആക്ച്വലി 3-4 മോഡൽസ് 75 കിലോമീറ്റർ റേഞ്ച് വരുന്ന മോഡലിനകത്ത് അവൈലബിൾ ആണ്. 105 കിലോമീറ്റർ റേഞ്ച് വരുന്ന മോഡലിനകത്ത് അവൈലബിൾ ആണ്. 150 കിലോമീറ്റർ റേഞ്ച് വരുന്ന മോഡലിനകത്തും അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു മോഡൽസിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിനകത്ത് വിളിച്ചാൽ മതി. സോ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇവൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ ലുക്കാണ്, അല്ലാതെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നുള്ള ഫീൽ ആ ഒരു നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം നല്ല നീറ്റ് ഡിസൈനാണ്. അലോയ് വീൽസ് നമുക്ക് കാണാം, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്കുകൾ ഫ്രണ്ടിലുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. സോ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നു പോകുന്നു, അതേ ഉള്ളൂ. സോ ഇതാണ് LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഹെഡ് ലൈറ്റ്സ്. ഇവിടെ LED ടെക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഈ ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3 ലൈറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ടി വി എസിൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ ഇലക്ട്രിക് ആയതുകൊണ്ട് ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് സൈഡ് ലുക്ക് വരുന്നത്. നമുക്ക് വീൽ ഹബിലാണ് ഇവൻ്റെ മോട്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പവർ ഡ്രോപ്പ് ഭയങ്കര കുറവായിരിക്കും. അത്യാവശ്യം നല്ല പിക്കപ്പും കാണും, ഭയങ്കര സൈലൻറ്റും ആയിരിക്കും. സോ ബെൽറ്റ് ഡ്രൈവും അതേപോലെ ഷാഫ്റ്റൊക്കെ വരുമ്പോൾ ചെറിയൊരു സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവന് ആ ഒരു സൗണ്ട് വരില്ല. പിന്നെ ഈ കാണുന്ന ഇത് ഒരു LED ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാത്രിയിലൊക്കെ ചാർജ് ചെയ്യുമ്പോഴും വണ്ടി ഓടുന്ന സമയത്തും ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഈ ലൈറ്റ് കത്തി നിൽക്കും. സോ ആക്ച്വലി കാണാൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതൊരു പേഴ്സണൽ ചോയ്സാണ്. ഇത് എസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ പുട്രസ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ചവിട്ടാനായിട്ട് ഭയങ്കര ഈസിയാണ്. നോർമലി ഇതിൻ്റെ അകത്തേക്കൊക്കെ കയറിയിരിക്കുന്ന ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്കൂട്ടേഴ്സിലും. സോ അത് ആ രീതിയിലല്ല, ഇത് നോർമൽ സ്കൂട്ടറിൻ്റെ ഡിസൈനാണ്. സ്റ്റാൻഡ് ആണെങ്കിലും അതേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളത് സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഇതുപോലെ നമുക്ക് പിടിച്ചിരിക്കാനായിട്ടൊരു ഹാൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല പവറുള്ള സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് തെറിച്ച് പോവോ എന്നുള്ളൊരു ഫീല് വരില്ല, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. വലിയ സീറ്റുകളുമാണ്, തീരെ ചെറിയ സീറ്റുകളൊന്നുമല്ല, അത്യാവശ്യം വലിയ സീറ്റുകളാണ്. പിന്നെ എനിക്ക് ഈ സീറ്റിനകത്ത് തോന്നിയ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ തെന്നി ഫ്രണ്ടിലേക്ക് വരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് ബാക്കിലിരിക്കുന്ന ആൾ. സോ ഇവിടെ പിടിച്ചിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ചെറുതായിട്ട്, അതായത് ഈ മെറ്റീരിയലിൻ്റെയാണ്, കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ചെറിയൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയോ ഏതൊക്കെയോ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് റെഡ് റിഫ്ലക്ടർ നമുക്ക് കാണാം. ഇതാണ് ഇവൻ്റെ വീൽ ഹബ്ബ് മോട്ടർ വരുന്നത്. സോ ഇതിൻ്റെ അകത്താണ് മോട്ടർ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ചെളിയോ പൊടിയോ കാര്യങ്ങളോ ഒന്നും കയറില്ല. അത് ഓൾറെഡി അവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഫ്ലഡിൽ അഫക്റ്റ് ചെയ്ത് വന്ന വണ്ടിക്കകത്ത് പോലും ചെളിയും കാര്യങ്ങളും ഒന്നും കയറിയിട്ടില്ല, അത് സേഫാണ്. സോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇവനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങളെ കീ കാണിച്ചുതരാം. ഇതാണ് കീ വരുന്നത്. സോ ഇത് മാത്രമല്ല, ഒരു LED ലൈറ്റുള്ളൊരു കീ കൂടെ വരുന്നുണ്ട്. അതും ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവനൊന്ന് അൺലോക്ക് ചെയ്ത് ഇവൻ്റെ ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് നോക്കാം. 32 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഞാൻ ചാർജർ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അല്ലാത്തതുകൊണ്ട് എപ്പോഴും ചാർജർ കൊണ്ട് നടക്കുന്നത്. 32 ലിറ്റർ ഇപ്പോൾ വരുന്ന മോഡലിനകത്ത് ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് കുറവാണ്. ഇത് പഴയ മോഡലാണ്. അപ്പോൾ പഴയ മോഡലും പുതിയ മോഡലിലേക്കും വരുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആക്സിലേറ്ററിനകത്ത് റൈഡ് ബൈ വയർ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. സോ ഈ കേബിൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തില്ല. അതിന് പകരം സെൻസേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് ഡിസ്പ്ലേ ഓണായി വരുന്നത്. സോ ഇവിടെ പാർക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇവിടെ മോഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. സോ നമ്മൾ ബ്രേക്കിൽ പിടിച്ചിട്ട് ഈ മോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സോ എക്കോ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ബീപ്പ് സൗണ്ട് വന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. സോ ഇവിടെയായിട്ടൊരു ലൈറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സോ വലിയ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ
4 ഇൻഡിക്കേറ്റേഴ്സും ഓൺ ആയിട്ടുണ്ട്. ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് പാർക്ക് മോഡിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇവിടെ പാർക്ക് മോഡ് ഓൺ ആകാതെ നമുക്ക് കാണാം. ഇപ്പോൾ ഫോർവേഡിലേക്കാണ് കിടക്കുന്നത്. ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സിലേക്ക് വരും. സോ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുന്ന കാണാം. ഇനി ഇത് ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ സെയിം അതായത് പ്രസ് ചെയ്ത് പിടിക്കുമ്പം നോർമൽ മോഡിലേക്ക് പോകും. പക്ഷേ വണ്ടി ടോട്ടലായിട്ട് ഓഫ് ആവും. സോ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. സോ മോഡിൽ നമ്മൾ ഒന്നും കൂടെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി എക്കോ മോഡിലാണ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനറൽ സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, വെഹിക്കിൾ സെറ്റിങ്സ് നമുക്ക് കാണാം, പ്രൈവസി കാണാം. ഇതിനകത്ത് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്തിടാനായിട്ട് പറ്റും. പിന്നെ താഴേക്ക് വരുമ്പോൾ പ്രൊഫൈൽ നമുക്ക് കാണാം. അങ്ങനെ അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്. നമ്മൾ ഈ ബട്ടൺ വെച്ചിട്ട് വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഹോണിൻ്റെ സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോണിൻ്റെ സ്വിച്ച് ഒന്ന് അടിച്ച് നോക്കാം. ഉണ്ടോ? അത്യാവശ്യം നല്ല ഹോണാണ്. സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാനായിട്ടുള്ള ചെറിയൊരു ഹുക്ക്, ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും തൂക്കിയിടാനായിട്ട് പറ്റില്ല. വളരെ ചെറിയ വെയിറ്റുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ തൂക്കിയിടാനായിട്ട് പറ്റും. സോ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. സോ നമുക്കിനി ഇവനെ ഓടിച്ച് നോക്കാം. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ ആദ്യം എക്കോ മോഡ് വിട്ടിട്ട് 2 പേര് ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ബാക്ക് സ്റ്റാർട്ടിംഗ് ആണ്, എക്കോ മോഡിലാണ്. ഇപ്പോൾ 2 പേരുണ്ട്. സോ ഡ്രൈവ് ചെയ്യാൻ ഫുൾ ത്രോട്ടിൽ 50 കിലോമീറ്റേഴ്സ് വരെയാണ് ഇവൻ്റെ സ്പീഡ്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു 50 വരെ ചെറിയൊരു സ്ലോപ്പ് ഉള്ളത് കൊണ്ടാണ് ഇനി എത്ര സ്പീഡ് അച്ചീവ് ആയിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ഒരു ആക്സിലറേഷൻ. അത്യാവശ്യം നല്ല ആക്സിലറേഷൻ ആണ്. അതൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇപ്പം നമ്മൾ 50 കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് പവർ മോഡ് ഒന്ന് ഓണാക്കി നോക്കാം. വീണ്ടും സോ അവിടെ ഒരു ചാട്ടമുണ്ട്. സോ ആക്സിലറേഷൻ മോഡ് ഓണായത് നമുക്ക് കാണാം. ഇപ്പോൾ പവർ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ ഒന്നുകൂടി നോക്കാം. 2 പേര് വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. സോ ഇതാണ് അവൻ്റെ ഒരു ആക്സിലറേഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവന് എങ്ങനെ കയറ്റം കയറുമെന്നാണ്. സോ നമ്മൾ 2 പേരിനോട് തന്നെയാണ് കയറ്റം കയറാൻ പോകുന്നത്. ബാക്കി വണ്ടി എടുത്താൽ 2 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ, കയറ്റങ്ങൾ കയറുമെന്ന് നമുക്ക് നോക്കണമല്ലോ. ആദ്യം നമുക്ക് പവർ മോഡിലേക്ക് ഇടാം. സോ പവർ മോഡായി ഇനി നമുക്ക് കയറ്റി നോക്കാം. റോഡ് മൊത്തം ഭയങ്കര മോശമായിട്ട് പോയി കിടക്കുക. നമ്മുടെ കുഴപ്പമില്ല, ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്. സോ ഇത് അത്യാവശ്യം നല്ല വേട്ടം തന്നെയാണ് കേട്ടോ. ഇതൊരു ഫസ്റ്റ് എയറൊക്കെ നോർമലി ഇവിടെ വണ്ടികൾ കയറുള്ളൂ. സോ ഇത് സിമ്പിളായിട്ട് 2 പേര് കയറി വന്നു. ഒന്നും കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് എക്കോ മോഡിൽ ഇത് കയറുമെന്ന് നോക്കാം. അപ്പോൾ പവർ മോഡിൽ കയറിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എക്കോ മോഡിലേക്ക് ഇട്ടിട്ട് ഈ കയറ്റം കയറുമെന്ന് നോക്കാം. 2 പേര് ഇപ്പോഴും ഉണ്ട്. ഈ കയറ്റമൊക്കെ സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഐക്യൂബിൻ്റെ ഡ്രൈവ് കഴിഞ്ഞപ്പം ആക്ച്വലി ഞാൻ 2 ദിവസങ്ങളായിട്ട് ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും ഈ വണ്ടി ഫുൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഏകദേശം 150 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചു. ഞങ്ങൾ 2 പേര് ഇരുന്നിട്ടും അല്ലാതെ ഞാൻ ഒറ്റയ്ക്കും ട്രാവൽ ചെയ്തു. അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്കിംഗ് ആണെങ്കിലും വളരെ നല്ലതാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റി ട്രാഫിക്കിൽ യൂസ് ചെയ്ത സമയത്താണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. സഡൻ പിക്കപ്പ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഓവർടേക്കിംഗ് ടൈമിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർടേക്കിംഗ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതിൽ കാണിച്ചിരിക്കുന്ന റേഞ്ച് 105 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അത് തന്നെ കിട്ടുന്നുണ്ട്. 100 കിലോമീറ്റർ പ്ലസ് എന്തായാലും കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഓൾമോസ്റ്റ് പല സമയങ്ങളിലും മാറ്റി ഓടിച്ച് നോക്കി. അപ്പോൾ പവർ മോഡിലിടുകയാണെങ്കിൽ 75 കിലോമീറ്ററാണ് കിട്ടുന്നത്. അതും ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത്രയും കിലോമീറ്ററൊക്കെ തന്നെ അതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. 3 യൂണിറ്റാണ് ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് വേണ്ടത്. സോ 3 യൂണിറ്റിൻ്റെ കറണ്ട് ബില്ല് എത്രയായിരിക്കും? 20-25 രൂപയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസ് കൊണ്ട് 105 കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും. സോ അത്യാവശ്യം നല്ല എക്കണോമിക്കലായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു
വണ്ടിയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് iQube ഉപയോഗിച്ച് നോക്കിയിട്ട്. ഇതിനകത്ത് 3-4 വേരിയൻസ് കൂടെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതിൻ്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്പ്ലേയിൽ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ലോണിനെ കുറിച്ച് അറിയണം, ഇതിൻ്റെ സബ്സിഡിയെക്കുറിച്ച് അറിയണം, ഈ മാസത്തെ ഡിസ്കൗണ്ട്സിനെ കുറിച്ച് അറിയണം. ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സൊക്കെ റണ്ണിങ് ആണ്. സോ ഇതെല്ലാം അറിയാനായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. പിന്നെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടും. സോ അത് ഡിസ്കൗണ്ട് ആയിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. സോ അത് നിങ്ങൾ അവരോട് സംസാരിക്കുക എന്തായാലും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.